എന്തോ താനെന്താ വിറയ്ക്കും? അങ്ങനെയൊന്നുമില്ല. മഞ്ഞുണ്ടല്ലോ, മഞ്ഞിന്റെ ഒരു തണുപ്പിന്റെ കുളിര. താൻ കൂട്ടിക്കൊണ്ടു വിടറോ ആ ഇത്താപ്പിരി? ഞാനിവിടെ ഉണ്ടേ. ഇവിടെ മാറി നിൽക്കടോ. തനിക്കെന്താ അവിടെ പണി? ഞാനിവിടെ ചെകുത്താന്മാരുടെ കൂടാ. ഏത് വേഷത്തിലാവന്മാര് വരുന്നതെന്ന് അറിയാമില്ല. വല്ലതും വരുന്നുണ്ടോന്ന് നോക്കി ഞാനിവിടെ മറിഞ്ഞു നിന്നതല്ലേ. ഇത്താപ്പിരിക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ വരണ്ട. ഞാനിവിടെ അവന്റെ കൂടെ പൊയ്ക്കോട്ടെ അച്ചോ. എന്നാ പിന്നെ പിശാച് വേറെ വേണ്ട. താൻ എന്റെ കൂടെ വരണ്ട. എന്നാ പിന്നെ നീ ഒടുങ്ങിയത് തന്നെ. ആ ഒടിക്കിക്കോട്ടെ. എവിടെ ആണ്ടത്തി? ചെറുത്താനല്ലോ, കുടത്തിനുള്ളിൽ നിന്ന് ആൾ ഊരി വരുന്ന കണ്ടോ? വടിയടി കൊള്ളാം അല്ലേ? ഏതായാലും അച്ഛന്റെ പരിപാടി ഏറ്റു. കുടത്തിലവന്മാര് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയ അച്ചോ. അച്ചോ, ആ വടിയടി കൊള്ളാം. എനിക്ക് അതൊന്ന് പഠിച്ചാ കൊള്ളാമായിരുന്നു. എനിക്ക് ഒരുത്തര നോട്ടമുണ്ട്. നടക്ക്. മന്ത്രവാദിയായ അച്ഛനോ? അതേ കറുപ്പ, ഒരു വടി താനെ വന്ന് അടിക്കായിരുന്നു. എങ്കിൽ അവൻ തന്നെ. ഓഹോ, അവൻ ഇവിടെയും ഏഴ് വൈദ്യായി വന്നിരിക്കുന്നു. അവളൊരു പുണ്യാവത്തി. നീ അവനെ കാണാനൊരു പള്ളിയാണെന്ന് പറഞ്ഞു പോയത്. വേണ്ടാത്തൊന്നും പറയരുത്. അദ്ദേഹം പള്ളി വികാരിയാണെന്ന് ഓർക്കണം. ഒരു വികാരി? നിന്റെ മറ്റോടല്ലായിരുന്നോടി അവൻ? ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ, ആ തലയിൽ ഇഴുത്തി വീഴും. ഓ, ഞാൻ പറഞ്ഞ ഇല്ലാവചനം അല്ലയോടി. അവൻ പിന്നെ ആരായിരുന്നടി നിന്റെ? ഇനി എനിക്ക് അവനോടും ചിലത് ചോദിക്കാനുണ്ട്. വേണ്ട, പോകണ്ട കേട്ടോ. വേണ്ട, പോകണ്ട. വേണ്ട കേട്ടോ. പള്ളിയിൽ പോയി ബഹളമൊന്നും ഉണ്ടാക്കല്ലേ. ഇല്ലാത്ത പൊല്ലാപ്പൊന്നും ഉണ്ടാക്കല്ലേ കേട്ടോ. അവനോട് ചോദിച്ചാൽ നിനക്കെന്താടി വെറുതെ കാലെന്ന്? ഞാൻ വിടൂല. എന്നെ കൊന്നിട്ടേ നിങ്ങൾക്ക് അവിടെ പോകാൻ ഒക്കില്ല. അല്ലെങ്കിൽ പോകാൻ ഒക്കുകയല്ലല്ലോ. വേണ്ടി വന്ന രണ്ടിനെ ഞാൻ തട്ടിക്കളി. അവിടെ ഒരു മുതലൊക്കെ കള്ളുകുടിച്ച ഈ മനുഷ്യന് ഭ്രാന്ത. എന്റെ കർത്താവേ, അവിടെ പോയി എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടാൻ പോകുന്നത്. തോമാ, എടാ തോമാ, കപ്പനായരോടുണ്ടോടാ? എന്താ ഇവിടെ ബഹളം? എന്നെ മനസ്സിലായില്ലായിരിക്കും. എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ. എന്നെ ഓർക്കുന്നില്ലെങ്കിലും അവളെ ഓർക്കുന്നുണ്ടല്ലോ, മേരിക്കുട്ടിയെ. അവളെ എന്റെ ഭാര്യയായിപ്പോ. അതറിയാവോ എന്തോ? മേരിക്കുട്ടി അവിടെയാണോ അതോ? എവിടെയായാലും സൗകര്യം എന്ന് വെച്ചാൽ ഊരിലാ വെച്ചു. കല്യാണത്തിന് മുമ്പും അതിന് ശേഷമുള്ള ബന്ധങ്ങളൊന്നും
എനിക്കറിയത്തില്ലെന്ന് വിചാരിക്കണ്ട. നിർത്തൂ. ഇത്തരം സംസാരത്തിലുള്ള സ്ഥലമല്ലിത്. മേരിക്കുട്ടിക്ക് എന്നെ വേണോ അതോ എനിക്ക് രണ്ടിലൊന്നും അറിയണം? നിങ്ങൾക്ക് എന്തു പറ്റി? ഓ, എനിക്കിനി ഒന്നും പറ്റാനില്ല. പറ്റാനുള്ളതൊക്കെ പറ്റിക്കഴിഞ്ഞു. തോമാച്ച, ഇയാളെ പിടിച്ച് പുറത്തു കൊണ്ടുപോകും. അങ്ങനെ സമ്മതിക്കത്തില്ലെന്ന്. ഞാൻ ഞാനല്ലേ പറയുന്നു. ഞാൻ പറയുന്നത് കേക്കില്ലേ? ഏത് തെങ്ങനെ കള്ളനോ ഇവൻ കുടിച്ചത്? ഓ, നിന്റെ വോട്ട് കത്തെ. എടോ, അയ്യോ, എന്താണ് താൻ ആ പേടിപ്പിച്ചു കളഞ്ഞല്ലോ? ഞാനും പേടിച്ചു പോയടാ പത്രോ. ഞാൻ വിചാരിച്ച ആ കാലം കറിയാണെന്ന്. താൻ ഇതിനെ കറിയായി പേടിക്കുന്നേ? അവൻ ഇവിടെ വന്ന് ഉണ്ടാക്കാത്ത ബഹളമുണ്ടോ? അവനെന്തിനാ ഇവിടെ വന്നത്? അവനോ? അവൻ അച്ഛനെ പറ്റി പറയാത്ത ചീത്തയുണ്ടോ? പറയാൻ കൊള്ളാത്ത വർത്തമാനമല്ലേ അവനോട് വിളിച്ചു കൂവിയത്? എന്നിട്ട് അവനെവിടെ? ആ പാപ്പി പിടിച്ചു വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അച്ഛനെവിടെ? അച്ഛനകത്തുണ്ട്. വേണ്ട, ഞാൻ അവനെ ഒന്ന് കണ്ടേച്ചു വരാം. കുഞ്ഞാലി, എല്ലാ കാര്യങ്ങളും നമ്മൾ അന്നെ ഏൽപ്പിക്കുകയാണ്. നിക്കാഹ് കഴിഞ്ഞാലെ കൊണ്ട് കച്ചവടം എല്ലാം ഈ തന്നെ നോക്കണം. എല്ലാം മാമന്റെ ഇഷ്ടം പോലെ. ഇനി ഇങ്ങനെ നിക്കാഹ് കഴിഞ്ഞവരേക്കും നമ്മൾ എവിടെയും പോണില്ല. വിയാത്തു എവിടെ? നമ്മൾ പോയി നോക്കിട്ട് വരാം. ഓന്റെ ഒരു വേല നോക്കണേ. കിനാവ് കണ്ടത് മതി പെണ്ണേ. വല്ലാണ്ട് പേടിച്ചു പോയി. നമ്മളിവിടെ നിൽക്കുമ്പോഴേ എനക്ക് പേടി. നിങ്ങളാരാ? സുൽത്താനാ? ആ, എന്റെ സുൽത്താനാടി നമ്മള്. വീട് കുഞ്ഞലിക്ക ബാപ്പയെങ്ങാനും കണ്ടോണ്ട് വരും. ബാപ്പ കണ്ടാലെന്താ? ഇന്ന് എനിക്കായിട്ട് തന്നു കഴിഞ്ഞു. ഇപ്പോ നിന്നെ കാണാൻ നല്ല ശീലമുണ്ട്. നമ്മളെ പിടി, അവക്കളെ പിടി, പിടി. കുഞ്ഞാലി, ഓടി വരി. മാമ, ഇടാ. ഓടി. എല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങൾക്കില്ല ആരുമില്ല. സങ്കടപ്പെടാതെ കുഞ്ഞാലി, അങ്ങനെ കരുതണ്ട. ഞങ്ങൾ അനാഥരാണ്. അങ്ങനെ പറയരുത് കുഞ്ഞാലി. അലിയാരുടെ മകളും മരുമകനും അനാഥരവും അല്ല.
അലിയാർ എനിക്ക് സഹോദരനെ പോലെയായിരുന്നു. നിങ്ങൾക്ക് ഞാനുണ്ട്. ബിയാത്തു, മോൾ ദുഃഖിക്കരുത്. ദൈവത്തിൽ വിശ്വസിക്കൂ. നമ്മൾ നിശ്ചയിക്കുന്നത് പോലൊന്നുമല്ലല്ലോ അവിടെ നടത്തുന്നത്. മോളെ ബിയാത്തു, അലിയാർ ജീവിച്ചിരുന്നെങ്കിൽ നടത്തുന്നതിനേക്കാൾ ഏറ്റവും മോടിയായി നിങ്ങളുടെ വിവാഹം അലിയാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ നടത്തും. ധൈര്യമായിരിക്കൂ. എല്ലാം അച്ഛൻ നിശ്ചയിക്കുന്നത് പോലെ. അല്ല മക്കളെ, എല്ലാം വലിയവനായ ദൈവം നിശ്ചയിക്കുന്നത്.